ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈവനിങ്ങിനൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള സ്നാക്സ് നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ 1.5 കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ സോയയാണ്. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് അതിൻ്റെ മേൽഭാഗം മൂടുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 20 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നന്നായി പിഴിഞ്ഞിട്ട് നമ്മളിത് കഴുകിയെടുക്കണം. സോയയുടെ ഉള്ളിൽ ഒരു സ്റ്റാർച്ച് ഉണ്ട്, അത് നന്നായിട്ട് പോവണം. അപ്പം നമ്മൾ 4-5 പ്രാവശ്യം ഇതുപോലെ നന്നായി പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. തീരെ വെള്ളം പാടില്ല ഇതിൽ. അപ്പം ഞാനിവിടെ ഒരു 5 തവണയെങ്കിലും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളത്തിൽ. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇതിൽ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം കേട്ടോ. പകുതിയായിട്ട് എടുത്താൽ മതി, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഞാൻ എല്ലാതും 2 തവണയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 1 കപ്പിൽ ഒനിയന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ 3 ഗ്രീൻ ചില്ലി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ കുറച്ച് കൊറിയാണ്ടറിൻ്റെ ഇലയാണ്, അതും കൂടി കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടാണ് കേട്ടോ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം, സോയയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും. അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതിനുശേഷം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. ഇതൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1.5 ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ബീഫിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം 2 പീസ് ബ്രെഡ് എടുത്താൽ മതി. എന്നിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 പീസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാതും ആഡ് ചെയ്തിട്ടുണ്ട്, ബ്രെഡ് നന്നായി പൊടിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ തിരുമ്പി എടുക്കണം. നല്ല അത്യാവശ്യം സമയം എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ബോൾ ഷേപ്പിലാക്കുമ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 പീസ് ബ്രെഡും കൂടി ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി ഉപ്പും എരിവും മസാല ഒക്കെ ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. കട്ട്ലേറ്റിൻ്റെ മോഡലോ ഓവൽ ഷേപ്പോ ഏത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ ആദ്യം പരട്ടണം. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഏത് മോഡലിലാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ എല്ലാതും ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. നമ്മൾ ബ്രെഡ് പൊടിച്ച് ചേർത്തത് കാരണം അത്യാവശ്യം ക്രിസ്പി ഉണ്ടാവും ഇതിന്.
ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ നോമ്പിൻ്റെ സമയത്തൊക്കെ, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പിൽ ഞാൻ 18 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഒരു ഷേപ്പിലാണെങ്കിൽ. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലിലേക്ക് നമ്മുടെ റോൾ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഇത് ഉടഞ്ഞു പോവും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിക്കുകയാണ്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന രീതിയിലാവും. അപ്പോൾ ഇതാ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഉള്ളിലൊക്കെ അത്യാവശ്യം വേവായിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ്. മീറ്റ് കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. സോയ വെച്ചിട്ട് ഇതുപോലെ റോൾ ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ, അപ്പോൾ സോയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. കച്ചപ്പിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയയുടെ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സോയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.